എല്ലാവർക്കും നമസ്കാരം. ഞാൻ യൂറിൻ തെറാപ്പി എന്ന് പറയുന്ന ഈ സമ്പ്രദായത്തിലേക്ക് വന്നിട്ട് 2 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. 2022 ഏതാണ്ട് മെയ് മാസത്തിൽ തന്നെയാണ് ഞാൻ ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു എന്ന് വേണ്ടി പറയാം. വിതുരയിൽ നടക്കുന്ന ആ സമ്മേളനത്തെ സമയത്താണ് ഞാൻ നാരായണ മാഷെ പരിചയപ്പെടുന്നത്. 970 മുതൽ എനിക്ക് യൂറിൻ തെറാപ്പി അറിയാം. എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത്, ഒരു മിസ്റ്റർ രാമൻപിള്ള, നിങ്ങൾക്കൊരു പക്ഷേ പരിചയമുണ്ടോയെന്ന് അറിയില്ല. അദ്ദേഹത്തിന് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ വർധനവ് വീക്കം വന്നപ്പോൾ ഓപ്പറേഷൻ നടത്തണമെന്ന് തീരുമാനിച്ചപ്പോൾ അദ്ദേഹം മാനസികമായിട്ട് ഓപ്പറേഷന് തയ്യാറായിരുന്നില്ല. അന്ന് അതേസമയത്ത് പലരുടെയും പ്രഷർ കാരണം ഓപ്പറേഷൻ നടത്താനായിട്ട് ഉദ്ദേശിക്കുകയും ചെയ്തു. പക്ഷെ ആ സമയത്താണ് വളരെ പ്രധാനപ്പെട്ട ഒരാൾ പറഞ്ഞു, രാമൻപിള്ള അത് പോകണ്ട, ഇങ്ങനൊരു കാര്യമുണ്ട്, ഈ തെറാപ്പി എന്ന് പറയുന്ന യൂറിൻ തെറാപ്പി ഉണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം ഏതാണ്ട് 1.5 മാസം മട്ടാഞ്ചേരിയിലുള്ള ഒരു ലാലൻ എന്ന് പറയുന്ന ഒരു ഗുജറാത്തിയുടെ വീട്ടിൽ താമസിച്ച് അത് കഴിക്കൂ. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ കംപ്ലീറ്റ് വീക്കം മാറി എന്നുള്ളതാണ് സത്യം. ഞാൻ അദ്ദേഹത്തെ വിമർശിച്ച ആളാണ് വാസ്തവത്തിൽ 70 കാലഘട്ടങ്ങളിൽ. പക്ഷെ അതിനുശേഷം 78 കാലഘട്ടത്തും എനിക്ക് മൊറാർജി ദേശായി, നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ നടക്കേണ്ട ഒരു സാഹചര്യമൊക്കെ എനിക്കുണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ മകനെയൊക്കെ ഞാൻ വളരെയധികം കളിയാക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം, കാന്തി ദേശായി. പക്ഷേ പ്രശ്നം അതിനുശേഷം വളരെ വർഷങ്ങൾ പോയി. 22 ഞാനൊരു വീട്ടിൽ ചെന്ന സമയത്ത് ഈ യൂറിൻ തെറാപ്പി എന്നുള്ള പുസ്തകം കാണാനിടയായി. അങ്ങനെയാണ് ആ പുസ്തകം വളരെ കൗതുകത്തോടു കൂടി നോക്കുകയും അന്ന് തന്നെ മാതൃഭൂമി ബുക്ക് സ്റ്റാളിൽ നിന്ന് ഈ പുസ്തകം വായിക്കുകയൊക്കെ വായിച്ചു. അതിനകത്ത് മാഷയുടെ ഫോൺ ഉണ്ടായിരുന്നു. ഞാൻ മാഷയെ വിളിക്കുന്നു. അപ്പോഴാണ് മാഷ് ഇങ്ങനെ വിതുരയിൽ സമ്മേളനം നടക്കുന്ന കാര്യമൊക്കെ പറയുന്നതും ഞാൻ അതിനകത്തേക്ക് ആകൃഷ്ടനായിരുന്നു. പക്ഷേ വിതുരയിലൊന്നും എനിക്ക് പോകാൻ സാധിച്ചില്ല. കാരണം 2 ദിവസത്തെ പ്രോഗ്രാം എന്നെ സംബന്ധിച്ചോളം 2 ദിവസമൊക്കെ ഒരു സ്ഥലത്ത് പോയി നിൽക്കാമെന്നുള്ള ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ്. ഞാനൊരു അമ്പ്യൂട്ടിയാണ്. ഞാനിവിടെ നിങ്ങളുടെ മുമ്പിലേക്ക് നടക്കുന്നുണ്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ വീട്ടിൽ ചെന്ന വീൽ ചെയറിലാണ് എൻ്റെ യാത്ര. അപ്പോൾ എനിക്ക് അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് യാത്ര ചെയ്യാൻ സാധിക്കില്ല. എനിക്കൊരു ആക്സിഡൻറ്റിൽ എൻ്റെ ഒരു കാല് നഷ്ടപ്പെട്ടു പോയതാണ്. അപ്പോൾ അതിനുശേഷം മാസ്റ്ററുമായിട്ടുള്ള ബന്ധം, നിരന്തരമായ സമ്പർക്കം, അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാണ് ഞാൻ ഈ യൂറിൻ തെറാപ്പി പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെടുന്നതും ഈ യൂറിൻ തെറാപ്പിയെ പറ്റി മനസ്സിലാക്കാനും സാധിക്കുന്നതും. ഇന്ന് ഒരുപക്ഷെ ഒരു നിമിത്തം ആയിരിക്കാം. ആ നിമിത്തത്തിൻ്റെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ആ ഒരു വിശ്വാസം എന്നിലുണ്ട്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഞാനിവിടെ വരുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ മിനിഞ്ഞാന്നൊക്കെ കോരിച്ചൊരിയുന്ന മഴയായിരുന്നു. 2 ദിവസം ഭയങ്കരമായിട്ടുള്ള മഴയായിരുന്നു. മഴയ്ക്ക് ഒരുപാട് പേരുകളുണ്ട്. ഭയങ്കര മഴ, അവിഞ്ഞ മഴ, ഒടുക്കത്തെ മഴ, നല്ല മഴ എന്ന് വേണ്ട മഴയ്ക്ക് നിരവധി പേരുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനകത്തുള്ള ഭയങ്കരമായിട്ടുള്ള മഴകൾ നടക്കുന്ന സമയത്ത് ഞാൻ നാരായണ മാഷോട് പറഞ്ഞു, മാഷെ പേടിക്കണ്ട, 25ഉം 26ഉം തീയതികളിൽ മഴ പെയ്യില്ല എന്ന് ഞാൻ തീർത്ത് പറഞ്ഞു. മാഷ് വിശ്വസിച്ചില്ല. മാഷൊക്കെ അങ്ങനെയുള്ള വിശ്വാസം വരുന്ന ആൾ അല്ല എന്നും എനിക്കറിയാം. പക്ഷെ നല്ല മഴയായിരുന്നു. കോരിച്ചൊരിയുന്ന മഴകളാണ് കഴിഞ്ഞ ഒരു 4-5 ദിവസം മുമ്പ് തന്നെ. മാഷൊക്കെ ആശങ്കയുണ്ടായിരുന്നു. ആ മാഷയുടെ ആശങ്ക അസ്ഥാനത്താണെന്ന് ഞാൻ പറയുകയും അതിനുശേഷം നോക്കൂ, നമുക്ക് കഴിഞ്ഞ ഇന്നലെയും ഇന്നും ഒരു തരത്തിലുള്ള മഴയും പെയ്യാതിരുന്നതിന് അതിൻ്റെ പിന്നിൽ അതിനും ഒരു ശക്തിയുണ്ട്. എല്ലാത്തിനും ഒരു ശക്തിയും നിമിത്തങ്ങളുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. അത് നമ്മൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നതും ഈ 970 മുതലുള്ള ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് വരാൻ ഇടയായതും അതും ഒരു നിമിത്തമാണ്. മാഷയുടെ പുസ്തകം കാണാൻ ഇടയായതും മാഷയെ വിളിക്കാൻ ഇടയായതും എല്ലാം നിമിത്തം. ഞാൻ നിമിത്ത ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇതും ഒരു നിമിത്തമാണ്. നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാമെന്നുള്ളതും നിങ്ങളോടൊക്കെ കാണാമെന്നുള്ളതും കേരളത്തിൻ്റെ മംഗലാപുരത്ത് കിടക്കുന്ന അല്ലി ചേച്ചിയും പിന്നെ തിരുവനന്തപുരത്തും നെയ്യാറ്റിൻകരയിലും പാറശാലയിലേക്ക് ഇരിക്കുന്ന ശിവകുമാറിനെ പോലുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ബന്ധമുണ്ടാക്കാൻ സാധിച്ചതും എല്ലാം നമ്മളിന്ന് യൂറിൻ തെറാപ്പി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമല്ല, നമ്മുടെ ഒരു കുടുംബമാണ്, നമ്മുടെ ഒരു കുടുംബ സങ്കല്പമാണ്. നമ്മളെല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. ഒരു കുടുംബത്തിൻ്റെ ബന്ധമാണ് നമുക്കുണ്ടാവേണ്ടത്. പരസ്പര സാഹോദര്യത്തോടു കൂടിയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നമുക്ക് കക്ഷി രാഷ്ട്രീയമില്ല, വേറെ ഗ്രൂപ്പിസമില്ല, പരദൂഷണങ്ങളില്ല, ഒന്നും തന്നെ ഇല്ല. ഇവിടെ നമുക്ക് നല്ല കാര്യങ്ങളെ പറയാനുള്ളൂ. എല്ലാം പറയാനുള്ള കാര്യം മൂത്രം മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചോളം നമ്മളൊരു കുടുംബത്തിലെ അംഗങ്ങളാണ്. അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് വട്ടോളി കിടക്കുന്ന നാരായണ മാഷ് എൻ്റെ സുഹൃത്താവുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനാവുന്നത്? അരവിന്ദാക്ഷൻ സാറിനെ പോലുള്ള തിരുവനന്തപുരത്ത് കിടക്കുന്ന പ്രഗത്ഭനായ വക്കീല് എനിക്ക് സൗഹൃദമുണ്ടാക്കുന്നത് എങ്ങനെയാണ്?
ഇതെല്ലാം നിമിത്തമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് തന്നെ ഒരു നിമിത്തത്തിലാണ്. ആ നിമിത്തത്തിൽ നമുക്ക് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. ആ ഒരു സാഹോദര്യത്വ ഭാവത്തോടു കൂടി നമ്മൾ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളെയും 3.5 കോടി ജനങ്ങളെയും നമുക്ക് യൂറിൻ തെറാപ്പി ഇവിടെ സമ്പ്രദായത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം. സാധിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കാരണം ഇന്നിപ്പോൾ രാവിലത്തെ നാരായണ മാസ്റ്ററുടെ ക്ലാസ് കേട്ടപ്പോൾ തന്നെ വാസ്തവത്തിൽ എന്തൊരു ഗംഭീരമായ ക്ലാസ്സായിരുന്നു. എത്രമാത്രം ഇൻഫർമേഷനാണ് സാറിൻ്റെ ഓരോ ക്ലാസ്സുകളും. ഓരോ ക്ലാസ്സും ഞാൻ സംസാരിക്കുന്ന എല്ലാം തന്നെ സമയത്ത് എനിക്ക് അസൂയ ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ എങ്ങനെ ഓർത്തിരിക്കുന്നു, ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുക, എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ജലസിയുണ്ട്. അപ്പോൾ ഞാനിതിങ്ങനെ മാസ്റ്ററുടെ നിന്ന് ഓരോ ക്ലാസ്സിലും നമുക്ക് പുതിയ പുതിയ ഇൻഫർമേഷൻസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രഭാഷണം കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു പുരുഷായുസ് മുഴുവൻ ഉണ്ടാവണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണ്. ഒരു പുരുഷായുസ് എന്ന് പറഞ്ഞാൽ 120 വയസ്സാണ്. ആ 120 വയസ്സ് വരെ അദ്ദേഹം ആരോഗ്യ സമ്പുഷ്ടമായ ജീവിതം. ഞാൻ അവിടെ ഒന്ന് നിർത്തിയത്, സാധാരണ ഞാൻ പറയുന്നൊരു വാക്കുണ്ട്, അത് വാക്കിപ്പോൾ പറഞ്ഞാൽ മാസ്റ്റർ അല്ലെങ്കിൽ ഒരുപക്ഷെ അവിടെ ഇരിക്കുന്ന ചേച്ചി എന്നെ കളിയാക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ പറയാറുന്നതാണ്. ആരോഗ്യ സന്താന സൗഭാഗ്യം എന്നാണ് ഞാൻ സാധാരണ പറയാറുള്ളത്. അതായത് ഞാനിപ്പോൾ പറയുന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സന്തുഷ്ടമായൊരു ജീവിതം അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ എന്ന് ഞാൻ വാസ്തവത്തിൽ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ വടക്കുന്നാഥനെ സാക്ഷിയാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് കൂടുതൽ വർത്തമാനങ്ങളൊന്നും പറയുന്നില്ല. അതുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ പറഞ്ഞുകൊണ്ടും എല്ലാവർക്കും ഒരു നല്ല ഭാവി ഉണ്ടാവട്ടെ. യൂറിൻ തെറാപ്പി കൂടെ നമ്മുടെ ജീവിതം സമ്പുഷ്ടമാവട്ടെ, ആരോഗ്യകരമാവട്ടെ, സന്തോഷകരമാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.